തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599900 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ജാമ്യത്തിലിറങ്ങി കൃത്യം 30-ാം ദിവസം വണ്ടൂരിലെ ജ്വല്ലറി കുത്തിത്തുറന്ന് ലക്ഷങ്ങളുടെ കവർച്ച നടത്തിയ കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് എരുമാട് ജോസ് വീണ്ടും പോലീസ് വലയിലായി. മോഷണപ്പണം കൊണ്ട് വിദേശമദ്യവും സ്പായും ഷെയർ മാർക്കറ്റ് നിക്ഷേപവുമായി ആഡംബര ജീവിതം നയിക്കുകയായിരുന്ന പ്രതിയെ കളമശ്ശേരിയിലെ ഒരു പ്രീമിയം ലോഡ്ജിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സാഹസികമായി പിടികൂടിയത്. പറവൂരിലെ മറ്റൊരു വൻ ജ്വല്ലറി കവർച്ചയ്ക്കുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിനിടയിലാണ് പ്രതി പോലീസ് പിടിയിലാകുന്നത്. കഴിഞ്ഞ മെയ് 20-നായിരുന്നു വണ്ടൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തരങ്കിണി സിൽവർ ജ്വല്ലറിയിൽ വൻ കവർച്ച നടന്നത്. ജ്വല്ലറിയുടെ പുറകുവശത്തെ ചുമർ കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തിത്തുരന്ന് അകത്തുകയറിയ മോഷ്ടാവ് 19 ലക്ഷം രൂപ വില വരുന്ന 7 കിലോയിലധികം വെള്ളിയാഭരണങ്ങളും പണവും കവരുകയായിരുന്നു. മേലാസകലം മറച്ചെത്തിയ കള്ളന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നുവെങ്കിലും പ്രതിയെ തിരിച്ചറിയുക പോലീസിന് വലിയ വെല്ലുവിളിയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPSന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ DVSP VK വിശ്വംഭരൻ നായരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. വണ്ടൂർ, പെരിന്തൽമണ്ണ, പാലക്കാട്, കോഴിക്കോട്, തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ 300-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും നിരവധി ആളുകളെ ചോദ്യം ചെയ്തുമാണ് ഒടുവിൽ പ്രതി കുപ്രസിദ്ധ മോഷ്ടാവ് ഗൂഡല്ലൂർ എരുമാട് സ്വദേശി 56-കാരൻ ജോസ് മാത്യു എന്ന എരുമാട് ജോസ് തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചത്. കോട്ടക്കൽ, കൊണ്ടോട്ടി സ്റ്റേഷൻ പരിധികളിലെ നിരവധി മോഷണക്കേസുകളിൽ പ്രതിയായി തവനൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന ജോസ് ഏപ്രിൽ 21-നാണ് ജാമ്യത്തിലിറങ്ങിയത്. പുറത്തിറങ്ങി കൃത്യം 24-ാം ദിവസം ഇയാൾ മോഷണ ലക്ഷ്യവുമായി വണ്ടൂരിലെത്തി. ആൾതാമസമില്ലാത്ത ഒരു കെട്ടിടത്തിന് മുകളിൽ താമസിച്ച ജ്വല്ലറിയും പരിസരവും കൃത്യമായി നിരീക്ഷിച്ചു. മെയ് 20 പുലർച്ചെ 1 മണിയോടെ ജ്വല്ലറിയുടെ പുറകിലെത്തി ചുമർ തുരന്ന് അകത്തുകയറി മോഷണം നടത്തി. മോഷണത്തിന് ശേഷം വേഷം മാറിയ പ്രതി രാവിലെ ബസ് മാർഗം പെരിന്തൽമണ്ണയിലും അവിടെ നിന്ന് പാലക്കാട് വഴിയും കോയമ്പത്തൂർ, സേലം എന്നിവിടങ്ങളിലെത്തി. കവർന്ന വെള്ളിയാഭരണങ്ങൾ തമിഴ്നാട്ടിൽ വിറ്റ് 4.5 ലക്ഷത്തോളം രൂപ സംഘടിപ്പിച്ചു. തമിഴ്നാട് സ്വദേശിയുടെ പേരിലെടുത്ത വ്യാജ സിം കാർഡാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത്. മോഷണപ്പണം കൈവന്നതോടെ ജോസ് ലക്ഷറി മുറികൾ വാടകയ്ക്കെടുത്തു. വിലപിടിപ്പുള്ള മദ്യം, സ്പാ, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, വില കൂടിയ മൊബൈൽ ഫോൺ എന്നിവയ്ക്കായി പണം ദൂർത്തടിച്ചു. കവർച്ചാ പണം വെറുതെ കളയാതെ ജോസ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ശീലക്കാരനായിരുന്നു. മുൻകാല മോഷണങ്ങളിലൂടെ ലഭിച്ച 70 ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ ഇയാൾ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ എറണാകുളം കളമശ്ശേരിയിലെ ഒരു പ്രീമിയം ലോഡ്ജിൽ താൻ മത്സ്യകൃഷി ഓഫീസറാണ് എന്ന് വിശ്വസിപ്പിച്ചാണ് ജോസ് താമസിച്ചിരുന്നത്. പ്രതി ഇവിടെയുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ നിതീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ലോഡ്ജ് വളഞ്ഞ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തമിഴ്നാട്, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി 150ഓളം കള്ളക്കേസുകളിൽ പ്രതിയായ ഇയാളെ പിടികൂടുമ്പോൾ നിരവധി മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തു. എറണാകുളം പറവൂരിലുള്ള ഒരു വൻ ജ്വല്ലറി കൊള്ളയടിക്കാനുള്ള കൃത്യമായ മാപ്പും പദ്ധതിയും ജോസ് തയ്യാറാക്കി വരികയായിരുന്നു. പോലീസിന്റെ സമാന്തരവും വേഗതയേറിയതുമായ നീക്കമാണ് പറവൂരിലെ ഈ വൻ കവർച്ചാശ്രമം തടഞ്ഞത്. വണ്ടൂർ സ്റ്റേഷനിലെ SI വിഷ്ണു, ASI മധു കുര്യാക്കോസ്, പ്രത്യേക അന്വേഷണ സംഘത്തിലെ ആഷിഫ് അലി KT, സാബിർ അലി P, സജീഷ് P, സജേഷ് CK, കൃഷ്ണദാസ് M എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സ്.